നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഇന്ന് ഇത് കൂടിയാണ്, നമ്മുടെ പൗർണമി കൂടിയാണ്, ഫുൾ മൂൺ ആണ്. പക്ഷെ അതിനുവേണ്ടി ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം 88 പോർട്ടലിനെ ഞാൻ പറഞ്ഞിരുന്നു, അത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. 88 പോർട്ടലിൻ്റെ വീഡിയോസ് ഒന്ന് വീണ്ടും കാണുക. അതിൽ ഞാൻ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ക്ലെൻസിങ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇന്നും കൂടി ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൂടി ഫോളോ ചെയ്യുക. ഓക്കെ, എന്തായാലും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 88 പോർട്ടലിന് ശേഷം, ഓക്കെ, അതായത് കർമ്മ തീർന്നു പോകുന്ന ഒരു സമയമാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാം. ആൻഡ് ഇന്നത്തെ ദിവസം പൗർണമിയും ഒരു നല്ല തുടക്കത്തിന്റെ ദിവസമായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം ഇന്നത്തെ ഈ ഒരു രണ്ട് എനർജി, 88 പോർട്ടലും പൗർണമിയുടെ എനർജിയും ഫുൾ മൂൺ എനർജിയും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഹീലിംഗ് ആണ് കൊണ്ടുവരുന്നത് നോക്കാം. എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത്, എന്ത് നല്ല കാര്യം എന്ന രീതിക്ക് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ഹീലിംഗ് വരുമോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കർമ്മ തീർന്നു പോയിട്ട്, കർമ്മകളൊക്കെ നിങ്ങൾ തമ്മിലുള്ളത് തീർന്ന് നിങ്ങൾ തമ്മിലൊരു ബെറ്റർ ഒരു റിലേഷൻഷിപ്പ് ഫോം ആവോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്ത് ഹീലിംഗ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്? നിങ്ങളുടെ ചാടിയത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ കർമ്മ എന്ന് തന്നെയാണ് പറയുന്നത്. സോ യെസ്, കർമ്മ തീർന്ന് വരുന്ന ഒരു ലക്ഷണം എനിക്ക് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ എന്താണ് അത്. ഈ ചക്രം കറങ്ങി വരുമ്പോൾ ആക്ച്വലി അങ്ങനെ ഇടാൻ തോന്നുന്നു. ഈ ചക്രം കറങ്ങി വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നത്? ലെറ്റ്സ് സീ. ഹാങ്മാൻ. ഓക്കെ, സോറി, ഡെവിൾ കാർഡാണ്, കാണിക്കാൻ പാടില്ല. ചില കാർഡ്സ് കാണിക്കാൻ പാടില്ല യൂട്യൂബിൽ. ഓക്കെ, ലെറ്റ്സ് സീ. ഹാങ്മാൻ, ഡെവിൾ, ഈ ഡെക്കിൽ അങ്ങനെയാണ് കുറച്ച്. ഓക്കെ, വേൾഡ് കാർഡ്, എംപറർ, 3 of cups, 10 of pentacles, queen of wands, 4 of swords, last queen of pentacles, moon card. Okay, വീണ്ടും വീൽ ഓഫ് ഫോർച്യൂൺ തന്നെ ചാടി വന്നു. ഓക്കെ, ലെറ്റ്സ് സീ. ഒരു കാർഡ് കൂടെ എടുക്കട്ടെ, ഞാൻ ഒന്നുകൂടെ എടുക്കാൻ നിന്നതാണ്. ഓക്കെ, ഏസ് ഓഫ് സോർഡ്സ്. ഓക്കെ, ഫൈൻ. ശരി, ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇവിടെ ഒരു ഡെവിൾ എനർജി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, ഡെവിൾ എനർജി ഇവിടെ നമുക്ക് പല കാര്യങ്ങളും ആയിരിക്കാം. ഒന്ന്, പേഴ്സൻ്റെ മനസ്സിലെ പേടികളാവാം, ഫിയേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക, ബ്ലോക്കേജസ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം. അതിപ്പോൾ അഗൈൻ എന്ത് കാര്യങ്ങളും ആവാട്ടോ, ഒരുപാട് സിറ്റുവേഷൻസ് വരാം. ഡെവിൾ എനർജി ഉണ്ട് ഇവിടെ, നിങ്ങൾ തമ്മിലൊരു ബ്ലോക്കേജ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പേഴ്സൺ ഇവിടെ സ്റ്റക്കായിട്ടാണ് എനിക്ക് കാണുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം. എനിക്ക് ആക്ച്വലി തേർഡ് പാർട്ടി എനർജി ഇവിടെ ഉണ്ട്. സോ യെസ്, തേർഡ് പാർട്ടി ഉണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, നിങ്ങൾ മാരീഡ് ആയിരിക്കാം. എംപറർ ഉണ്ട്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ അതൊക്കെ കാണിക്കുന്നത് നിങ്ങൾ മാരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഓക്കെ, അങ്ങനെ എടുത്തോളൂ. സോ അഗൈൻ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന്. ഓക്കെ, അങ്ങനെ എടുക്കാം. സോ ഇതിൽ പക്ഷേ ഈ ഡെവിൾ എനർജി, ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങും വളരെ സിമിലർ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കാർമിക് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, എന്താണോ നിങ്ങളുടെ ഇടയിൽ തടസ്സം, അതിനെ നമ്മൾ കാർമിക് എന്ന് വിളിക്കാം. ആ കാർമിക് ആണ് ഇവിടെ എൻഡായി പോകുന്നതായിട്ട് എനിക്ക് കാണുന്നത്. വീണ്ടും വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. സോ യെസ്, ഒരു കർമ്മയുടെ സമയം എൻഡ് ആവുന്നതായിട്ടാണ് പറയുന്നത്. ഓക്കെ, ചില സിറ്റുവേഷൻ നിങ്ങൾ ഗോത്രൂ ചെയ്തിട്ടുണ്ടാവും, അത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുകയും വശിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അത് ഒരു കാർമിക് ടൈം ആയിരുന്നു. ഓക്കെ, ചില കാര്യങ്ങൾ അവിടെ നിങ്ങൾ പൂർവ്വജന്മത്തെ നമ്മുടെ കർമ്മയായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ജന്മത്തെ തന്നെ. ഓക്കെ, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിയുടെ ഒരു റിസൾട്ട് എന്നാണ് കർമ്മ എന്ന് പറയാം കേട്ടോ, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെ ആ ഒരു കർമ്മ നിങ്ങൾ തമ്മിലുള്ളത് എന്ത് തന്നെ ആയാലും അത് തീർന്നു പോകുന്നു എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. എൻ്റെ ഇവിടെ വേൾഡ് പറയുമ്പോൾ നമുക്കൊരു എൻഡിങ് എന്ന രീതിക്ക് എടുക്കും. നമ്മൾ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മെച്യൂർഡായിട്ട് കുറച്ചുകൂടി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങുന്നതാണ് എനിക്ക് കാണുന്നത്. സിറ്റുവേഷൻസ് അവർ വളരെ എന്താ പറയുക, സീരിയസ് ആയിട്ട് കാണാനും റിലേഷൻഷിപ്പിന് ഐ തിങ്ക് വാവ്, ഇന്നലത്തെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സെയിം റീഡിങ് വരുന്ന പോലെയുണ്ട് ഇന്നലത്തെ അതേപോലെ തന്നെ. സോ ഇവിടെ
ത്രീ ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് പെൻറ്റിക്കൽസ് ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ ഒരു ഹാപ്പിനെസ്, സന്തോഷം ആഗ്രഹിക്കുന്ന പോലെയാണ്. ആക്ച്വലി അതാണ് വരാൻ പോകുന്നത്. നമുക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്നല്ല ഞാൻ പറയുന്നത്, യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സെലിബ്രേഷൻ വരാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഫാമിലി പോലെ എനിക്ക് കാണുന്നുണ്ട്. ആ ഒരു ഫാമിലി സ്റ്റെബിലിറ്റി നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. സോ കുറച്ച് പേർക്ക് അഗൈൻ മാരേജ് പോസിബിൾ ആണ്. ഇവിടെ നിങ്ങൾ മാരീഡ് അല്ല, നിങ്ങൾക്ക് പോസിബിൾ ഉണ്ട്, മാരേജ് നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഓക്കെ, ഇവിടെ പേഴ്സൺ നിങ്ങളെ ഫാമിലി പോലെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ കൂടെ നിൽക്കാനും സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു സെലിബ്രേഷൻ്റെ ഒരു എനർജി ഉണ്ട് ഇവിടെ ഫാമിലി ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ ഇവിടെ എൻഡായി പോകുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് വേൾഡ് രണ്ടും കൂടി ഒന്നിച്ച് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു കാർമിക് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്, ഒരു സൈക്കിൾസ് എൻഡ് ആവുകയാണ് എന്നാണ്. സൈക്കിൾസ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഇൻ ആൻഡ് ഔട്ട് എനർജി, അല്ലെങ്കിൽ വേറെ എപ്പോഴും ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി വരുന്നു പോകുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇൻ്റർഫിയറൻസ് കാരണം നിങ്ങൾ തമ്മിൽ പ്രോബ്ലം വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് അതെല്ലാം മാറി എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ. ചിലത് അവസാനിച്ച് നിങ്ങളുടെ പേഴ്സൺ സീരിയസ് ആയിട്ട് കുറച്ചുകൂടി റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ട സമയം തരിക, അവർക്കറിയാം എഫർട്ട് ഇടണം ഞാൻ എന്ന്. സോ അതിനനുസരിച്ച് അവർ എഫർട്ട് ഇടുന്ന പോലെയൊക്കെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെ കാണുന്ന ആക്ച്വലി ക്വീൻ ഓഫ് വോൺസ് എനർജിയാണ് ഇവിടെ. ഓക്കെ, ക്വീൻ ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും ഐ തിങ്ക് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളല്ലാണ്ട് വളരെ ഇമോഷണൽ ആയിട്ട് നിങ്ങൾ അവരെ പിന്നാലെ ചേസ് ചെയ്ത് പോകുന്നില്ല. ഐ തിങ്ക് ഇത് നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ, ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ ചേസ് ചെയ്ത് പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കരിയറിലോ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതോ നിങ്ങൾ വളരെ ഒരു അട്രാക്റ്റീവായിട്ട് ഇപ്പോൾ നിങ്ങളെ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. അട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ എന്ന രീതിക്കല്ല, നിങ്ങൾ അത്രയും ഒരു പവറിൽ നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഇങ്ങനെ പുള്ള് വരിക. ഓക്കെ, ആ രീതിക്കാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. ആക്ച്വലി ഇവിടെ 4 ഓഫ് സോർഡ്സ് ഉണ്ട്. മേ ബി നിങ്ങളായിരിക്കാം അപ്പോൾ അവരുടെ അടുത്ത് മാറി നിൽക്കുന്നത്. 4 ഓഫ് സോർഡ്സ് കാണുമ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ്, എന്താ പറയുക, കുറച്ച് മാറി നിൽക്കൽ അങ്ങനത്തെ ഒക്കെ കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങളായിരിക്കാം അപ്പോൾ അവരുടെ അടുത്ത് മാറി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് അവർക്ക് നിങ്ങളോട് ആ ഒരു അട്രാക്ഷൻ, ഐ തിങ്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ആ ഒരു കൂടുതൽ ഇത് തോന്നുന്നത്. കാരണം നിങ്ങളിപ്പോൾ ചേസ് ചെയ്ത് പോകുന്നില്ല. ആ ചേസിങ് നിർത്തി കഴിഞ്ഞാൽ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഓക്കെ, ഇവിടെ 3 എനർജി ഉണ്ട്. 3 എന്ന് പറയുമ്പോൾ ഒന്ന് പേഴ്സൺ ഇമോഷണൽ ആണ് എന്ന രീതിക്ക് എടുക്കാം. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് പേഴ്സൻ്റെ മനസ്സിൽ അവർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്ന രീതിക്കൂടെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, മേ ബി അവരുടെ ഉള്ളിലെ പേടികളായിരിക്കാം. ഓക്കെ, മേ ബി ഈ സിറ്റുവേഷനിൽ ക്ലാരിറ്റി വരുന്നു എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, സിറ്റുവേഷനിൽ മറന്നിരുന്ന കാര്യങ്ങൾ മേ ബി കുറച്ചുകൂടി ക്ലിയർ ആവാൻ തുടങ്ങും. നിങ്ങൾക്ക് പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ തുടങ്ങും. ഓക്കെ, ക്വീൻ ഓഫ് പെന്റിക്കിൾസ് അഗൈൻ നിങ്ങളുടെ എനർജി ആവാം. മേ ബി നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടിയെ കാണിക്കുന്നതായിരിക്കും. 2 തരത്തിലും എടുക്കാം. ബട്ട് ഇവിടെ എനിക്ക് കാണുന്ന പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതാണ്. ഏസ് ഓഫ് സോർഡ്സ് ആണ് ലാസ്റ്റ് വന്നത്. സോ ഞാൻ അതാ പറഞ്ഞത്, അവർ ആ കാർമിക് ഇതിൽ നിന്ന് ഒന്ന് പുറത്തു വന്ന് അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറാവും എന്ന രീതിയിലാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ നമ്മുടെ ചേഞ്ച്. ഒരു കാര്യം ചെയ്യാം, എന്തായാലും ചില സൈക്കിൾസ് ഉണ്ടാവും. ചിലത് നിങ്ങളുടെ ഇടയിൽ നിന്ന് പ്രശ്നങ്ങൾ ഒക്കെ എല്ലാം ഒന്ന് മാറിപ്പോവും. ബട്ട് അതിൻ്റെ ഇടയിൽ ഐ തിങ്ക് നിങ്ങൾ മെച്യൂർഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട്. മേ ബി നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ചേസിങ്ങിനൊക്കെ പോകുന്നില്ല. മേ ബി ഈ റീഡിങ് കാണുന്ന ആൾക്കാർ ഇപ്പോൾ നിങ്ങളിൽ വന്ന മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, സോ ബട്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ലൈഫാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ 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 കോഫി കപ്പ് മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് ഫൈൻ. ഓക്കെ, കോഫി കപ്പ് കാണുന്നുണ്ട്. മീറ്റിംഗ്, ടോക്കിംഗ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് വരാനുള്ള സാധ്യത, മെസ്സേജ് വരാനുള്ള സാധ്യത, കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത എല്ലാം ഇവിടെ കാണുന്നുണ്ട്. ലെറ്റ്സ് സീ വേറെന്താണ് ആഗ്രഹിക്കുന്ന പേഴ്സൺ. ലവ്. ഓക്കെ, നിങ്ങൾ എടുത്തിട്ട് പറയാം. ഓക്കെ, സെഡക്ഷൻ കാണുന്നുണ്ട്. ഫൈൻ, ദാറ്റ്സ് ഓക്കെ. സെൽഫ് ഇൻഡൾജൻസ്, ഡേറ്റ്. കോഫിയും ഡേറ്റും രണ്ടും ഒരേ കാര്യമാണ്. നോട്ട് ടുഡേ. ഫൈൻ. Sorry. Key on a ring. Okay, many options. Grounding, very nice, beautiful. Okay, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ അവർ തിരിച്ചു വരും. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ലെസൺസ് പഠിക്കുന്നുണ്ട് എന്നും കൂടി കാണുന്നുണ്ട്. ലേൺ ഫ്രം ദ പാസ്റ്റ്. ഓക്കെ, അവർ മുമ്പ് ചെയ്ത മിസ്റ്റേക്സ് അവർ തിരിച്ചറിയുന്നുണ്ട്. അവരതിനെ മാറ്റിയെടുക്കും. അതും കൂടി നമ്മൾ സൈക്കിൾ എൻഡിങ് എന്ന രീതിക്ക് പറയാം. അതായത് നിങ്ങളുടെ പേഴ്സൺ നമ്മൾ ചില പാഠങ്ങൾ പഠിക്കാം. നിങ്ങളായാലും ശരി, നിങ്ങളുടെ പേഴ്സൺ ആയാലും ശരി, ചില പാഠങ്ങൾ പഠിക്കാനുണ്ടാവും ഇവിടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ. ഓക്കെ, ചിലപ്പോൾ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചായിരിക്കാം, അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കാം, നമ്മളുടെ പേടികളായിരിക്കാം, അതിൻ്റെ കാര്യങ്ങളായിരിക്കും. എന്തെങ്കിലും നിങ്ങൾ രണ്ടുപേരും പഠിക്കാനുണ്ടാവും. ഓക്കെ, അവർക്ക് എന്താണുള്ളത് നമുക്ക് ആലോചിക്കേണ്ട. നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, സോ മേ ബി നിങ്ങളുടെ പേഴ്സണും ലെസൺസ് പഠിക്കുന്നുണ്ടാവും.
ഇനി ഇവിടെ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. മീറ്റിംഗ് ആഗ്രഹിക്കുന്നുണ്ട്, രണ്ടും പറയുന്നത് ഡേറ്റിംഗ് ആണ്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ തമ്മിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ് സംസാരിക്കുക, മീറ്റ് ചെയ്യുക, അതെല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ, ഇത് ലവ് ആൻഡ് നോട്ട് ടുഡേ ഉണ്ട്. ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെ അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ കാണിച്ചാലും ഇല്ലെങ്കിലും ഓക്കെ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് അത്രത്തോളം ഉണ്ട് എന്ന് തന്നെയാണ്. സ്നേഹമുണ്ട്, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട്. നോട്ട് ടുഡേ, പക്ഷെ അവർ മേ ബി ഒരല്പം ബൗണ്ടറി വെച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരല്പം നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഐ തിങ്ക് അവോയ്ഡിങ് കോൺവെർസേഷനാണ് ഇവിടെ മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും, ഇനി എന്താണ് എന്നുള്ളത് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് മേ ബി അവരെല്ലാം അവോയ്ഡ് ചെയ്ത് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ പക്ഷേ ചേസ് ചെയ്ത് പോകരുത്, അത് മനസ്സിലാക്കൂ. ഓക്കെ, ഇവിടെ സെഡക്ഷൻ ആൻഡ് കീ ഓണറിങ് രണ്ടും പറയുന്നത് തേർഡ് പാർട്ടിയെ കുറിച്ചാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൺ ഞാൻ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടാവാം. എനിക്ക് അട്രാക്ഷൻ തോന്നിപ്പോയതായിരിക്കാം, ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കാം. ഐ തിങ്ക് ഇന്നലത്തെ സെയിം റീഡിംഗ് ആണ് ഐ തിങ്ക് എനിക്ക് വരുന്നത്. വളരെ സിമിലർ ആണ്. ഈവൻ ഒരു മാരേജ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഓക്കെ, അതവിടെ മേ ബി പ്രഷർ കൊണ്ട്, ഫാമിലി പ്രഷർ കൊണ്ട് ചെയ്തായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ അവരുടെ ലൈഫിൽ പക്ഷെ വേറെ എന്തോ ഒരു ഉള്ളതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി ടെംപ്ടേഷൻ എന്ന് കാണുന്നുണ്ട്, വൺ നൈറ്റ് സ്റ്റാൻഡ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇത് വേറെ എന്തോ കൂടി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അത് പക്ഷെ ഉണ്ടാവുന്നതാണ് ഞാൻ പറഞ്ഞു. സെൽഫ് ഇൻ്റലിജൻസ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് എടുക്കൂ. നിങ്ങൾ സെൽഫ് വർത്ത് മനസ്സിലാക്കുന്ന, ഓൾറെഡി ഐ തിങ്ക് അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോകുന്നില്ല. ഐ തിങ്ക് നിങ്ങൾ ഹീലാവുന്നുണ്ട്, അതാണ് മെയിൻ കാര്യം ഇവിടെ. ഓക്കെ, അപ്പം നിങ്ങളിവിടെ പഠിച്ച് നിങ്ങൾ ഹീലാവുന്നതാണ് മെയിൻ ആയിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഗ്രൗണ്ടിങ് കാണുന്നുണ്ട്. ഗ്രൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി, ഗ്രോത്ത് ആൻഡ് എൻഡ്യൂറൻസ് എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു വളരെ സ്റ്റേബിൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ കമ്മിറ്റഡ് ആയിട്ട്, എന്താ പറയുക, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ മാരേജ് വരെ ലൈക്ക് പ്രോപ്പർ കമ്മിറ്റഡ് ആയിട്ട് ഒരു മാരേജ് അങ്ങനെ അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു 88 പോർട്ടൽ നിങ്ങളിൽ മാറ്റം ആദ്യം വന്നിട്ടുണ്ടോ എന്ന് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കാണ്. ഓക്കെ, അങ്ങനെ ഒരു ക്ലോസ് നമുക്ക് വെക്കാം. ഈ ചേഞ്ചസ് നിങ്ങളിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പേഴ്സണിനെ ഇപ്പോൾ ചേസ് ചെയ്ത് പോകുന്നുണ്ടോ? നിങ്ങളിപ്പോൾ എത്രത്തോളം നിങ്ങളിൽ കോൺഫിഡൻ്റ് ആണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ റീഡിങ് എത്രത്തോളം നിങ്ങൾക്ക് മാച്ച് ആവും എന്നുള്ളത്. ഓക്കെ, സോ അത് എത്രയും വേഗം നിങ്ങൾ ആക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പം ആയിട്ടില്ലെങ്കിൽ എത്രയും വേഗം ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് നല്ല ലക്ക് കൊണ്ടുവരും. ഓക്കെ, സോ ആദ്യം നിങ്ങളെ തന്നെ ഫസ്റ്റ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.